ലൈഫ് ഡിവൈൻ ചാനലിൽ ശ്രീജിത്തും ആശാ ശ്രീജിത്തും കൂടി പറയുന്നത് കേൾക്കാനിടയായി. എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് എനിക്ക് ശ്രീജിത്തിനോട് ചോദിക്കാനുള്ളത്. അതാണ് ഗുരു ശരീരത്തിലിരുന്ന സമയത്തെയും ഇപ്പോഴത്തെയും ശാന്തിഗിരി ആശ്രമത്തിൻ്റെയും പരമ്പരയുടെയും അവസ്ഥകൾ തമ്മിലുള്ള വ്യത്യാസം. ഗുരു പറഞ്ഞു തന്ന ആശയത്തെ സംബന്ധിച്ചിടത്തോളം വിവാഹം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും ഗുരുപൂജ ചെയ്ത വീട്ടുകാർ ഗുരുവിനോട് ചോദിച്ചിട്ട് മാത്രമേ വിവാഹം ചെയ്യാൻ പാടുള്ളൂ എന്ന് ഗുരു പറഞ്ഞിരുന്നു. വിവാഹത്തിന് ഗുരു പൊരുത്തം നോക്കുന്നത് സ്ത്രീയുടെയും പുരുഷന്റെയും ജീവന്റെ പൊരുത്തമായിരുന്നു. അവർക്ക് നല്ല സന്താനങ്ങൾക്ക് ജന്മം കൊടുക്കാനുള്ള യോഗ്യതയുണ്ടോ എന്നായിരുന്നു ഗുരു നോക്കിയിരുന്നത്. അത് ആശ പറയുന്നുണ്ട്. സത്സന്താനത്തിന് ജന്മം കൊടുക്കാൻ വേണ്ടിയാണ് ഗുരു വിവാഹം നടത്തിയിരുന്നത്. ജന്മം കൊടുത്തു കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കണോ വേണ്ടേ എന്ന് അവരവരാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് ആശ പറഞ്ഞത്. സത്സന്താനത്തിന് ജന്മം കൊടുത്തിട്ട് മാതാപിതാക്കൾ അവർക്ക് തോന്നിയ രീതിയിൽ പോയാൽ ഈ കുട്ടികൾ ഏത് രീതിയിൽ വളരും? ശരിയായ രീതിയിൽ വളർത്തിയില്ലെങ്കിൽ ഏറ്റവും നല്ല ജീവനാണ് ഏറ്റവും മോശമായി പോകുന്നത് എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ആദി ഗുരുവായ അമ്മ നന്നായാൽ ഒരു കുടുംബം നന്നാകും എന്നും അതേപോലെ പല കുടുംബങ്ങൾ നന്നായാൽ നാട് നന്നാകും എന്നും ഈ നന്മ ഉലകം മൊത്തം വ്യാപിക്കണം എന്നും ഗുരു പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഗുരു സ്ത്രീകൾക്ക് കൊടുത്തിരുന്ന മഹത്വം. ഒരു സ്ത്രീ വിചാരിച്ചാൽ മാത്രമേ സ്വന്തം കുടുംബം നന്നാക്കാൻ സാധിക്കുകയുള്ളൂ. അച്ഛനും അമ്മയും തോന്നിയ വഴിക്ക് ജീവിച്ചാൽ ഇവർ ജന്മം കൊടുക്കുന്ന സന്താനങ്ങളുടെ ഗതി എന്താകും? അവരെ എങ്ങനെ ഗുരു ഇച്ഛിച്ച രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കും? ഇവിടെയൊക്കെയാണ് ഗുരു വളർത്തിക്കൊണ്ടുവന്ന ശാന്തിഗിരി പരമ്പരയും ഇപ്പോഴത്തെ ശാന്തിഗിരി പരമ്പരയും തമ്മിലുള്ള വ്യത്യാസം. ജനിക്കുമ്പോൾ മുതൽ ഗുരു ഓരോ കുഞ്ഞിനും ജ്ഞാനം പകർന്നു കൊടുക്കുമായിരുന്നു. ഗുരു സംസാരിക്കുമ്പോൾ കൈക്കുഞ്ഞുങ്ങളെ പോലും കൊണ്ടുവരണമെന്ന് ഗുരു പറയാറുണ്ടായിരുന്നു. ഗുരു പറയുന്നത് അവരുടെ ജീവൻ മനസ്സിലാക്കും എന്നും ആവശ്യമുള്ള സമയത്ത് അവർക്കത് ഓർമ്മ വരും എന്നുമാണ് ഗുരു പറഞ്ഞിരുന്നത്. മുതിർന്നവരെ സംബന്ധിച്ചായാൽ പോലും ഗുരു സംസാരിക്കുന്ന സമയത്ത് അത്ര ശ്രദ്ധയിൽപ്പെടാത്ത കാര്യം പോലും ആവശ്യമുള്ള സമയത്ത് ഓർമ്മയിൽ വരുന്നത് അനുഭവമാണല്ലോ. കുട്ടികളെ പ്രത്യേകം വിളിച്ച് ഗുരു സംസാരിച്ചിരുന്നു. പെൺകുട്ടികൾ പ്രായമാകുന്ന സമയത്ത് പിന്നീട് സ്ത്രീകളോടും പുരുഷന്മാരോടും വിവാഹത്തിന് മുമ്പ് വിവാഹത്തിന് ശേഷം ഒക്കെ എടുത്തു പറയത്തക്ക രീതിയിൽ ഗുരു സംസാരിച്ചിരുന്നു. വിവാഹം കഴിഞ്ഞ് 7 ദിവസം ആശ്രമത്തിൽ തന്നെ താമസിപ്പിച്ച് സങ്കല്പം ചെയ്യിച്ചിരുന്നു. വിവാഹം എന്നത് ശ്രീജിത്ത് കാണുന്നത് പോലെ ഒരു ചെറിയ കാര്യമല്ല. 2 പേർ വിവാഹം കഴിക്കുമ്പോൾ 2 പേരുടെയും പിതൃമണ്ഡലങ്ങൾ കൂടിച്ചേരുന്നു. 2 പേരുടെയും പിതൃക്കളുടെ നന്മയും തിന്മയും 2 പേരും ഷെയർ ചെയ്യും.